ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് പല സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി തന്നെ നേരിട്ട് ആ ഒരു ആഘാതത്തിൽ ഇരിക്കുമ്പോഴാണ് സന്തോഷം പകരുന്ന ഒരു വാർത്ത എത്തുന്നത്. ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വോട്ടേഴ്സിൻ്റെ മനസ്സ് അറിയുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവിടെയാണ് വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത ത്രിപുരയിൽ നിന്നാണ്. ത്രിപുരയിൽ 8-ാം തീയതി ആയിരുന്നു, ഈ മാസം 8-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ്. ഇന്നലെ കഴിഞ്ഞ ദിവസം 13-ാം തീയതി ആയിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചത്. അതിൽ ഏതാണ്ട് 95% സീറ്റുകളിലും ബി.ജെ.പി ജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജില്ലാ പരിഷത്തുകൾ 17 ജില്ലാ പരിഷത്തുകളാണ്. അതിൽ 17 ബി.ജെ.പി നേടി. ഉന്നക്കോട്ടി, വടക്കൻ ത്രിപുര തുടങ്ങിയ ജില്ലകളിലൊക്കെ ഈ ഗോത്രവർഗ മേഖലയിൽ പോലും ഗോത്രവർഗ പാർട്ടികളുടെ കയ്യിൽ നിന്നുള്ള സീറ്റുകൾ പോലും തിപ്രാമോദയുടെ പാർട്ടികളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബി.ജെ.പി ആ സീറ്റുകളും നേടി എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ആകെ ഉള്ള പഞ്ചായത്ത് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലുള്ള സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 6370 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 4550 സീറ്റുകൾ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം അത് വാർത്ത ചെയ്തിരുന്നതുമാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്ന 1818 സീറ്റുകളിലേക്കായിരുന്നു. അതിൽ 1488 സീറ്റും ബി.ജെ.പി തന്നെയാണ് നേടിയത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സമിതിയിലേക്ക് 423 സീറ്റിൽ ആണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 244 സീറ്റ് ബി.ജെ.പി എതിരില്ലാതെ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതാണ്. ബാക്കി ഉള്ള ഇടത്ത് മത്സരം നടന്നത് 189 സീറ്റിലേക്കാണ്. അതിൽ 171 സീറ്റും ബി.ജെ.പി നേടി. ഏതാണ്ട് 95% മുകളിലും സീറ്റും ത്രിപുരയിൽ നേടിയിരിക്കുന്നു. അതായത് ത്രിപുര ലോക്സഭയിലും ബി.ജെ.പിക്ക് വലിയ വിജയം തന്നെയായിരുന്നു. അത് തുടർച്ചയായി തന്നെ ഇത് 2-ാം തവണയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലും 95% സീറ്റുകളും ബി.ജെ.പി നേടിയിരുന്നു. ഇത്തവണയും 95% സീറ്റ് നേടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ബി.ജെ.പി അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള പുതിയ സഖ്യകക്ഷിയായ തിപ്രാമോദ പാർട്ടിയെ കൂട്ടാതെയാണ് മത്സരിച്ചത്. പക്ഷേ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ INDA മുന്നണി കോൺഗ്രസും തൃണമൂലും CPM എല്ലാം ചേർന്ന് മത്സരിച്ചിട്ട് പോലും ബി.ജെ.പി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബി.ജെ.പിക്ക് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.